ഗുഡ് ഈവനിങ് മൈ യൂട്യൂബ് ഫാമിലി. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കണോ എല്ലാവരും? ഞങ്ങളും ഇവിടെ സുഖമായിരിക്കണം. ഇന്നലെ ഞാൻ എൻ്റെ ഇൻസ്റ്റാ ഡയറക്റ്റ് ചെക്ക് ചെയ്ത സമയത്ത് കുറേ പേര് നിങ്ങൾ യൂട്യൂബ് തുടങ്ങിയല്ലോ, ഞങ്ങളുടെ മോളുടെ വെഡിങ് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്തൂടെ? കാരണം ഞങ്ങളെന്ന് വിചാരിക്കണേ എൻ്റെ ഫുൾ വീഡിയോ കാണണം എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. ഞാൻ വിചാരിച്ചു അത് 4 കൊല്ലം മുമ്പ് കഴിഞ്ഞല്ലേ, ഓഗസ്റ്റ് 2019 കഴിഞ്ഞത്. അതിനുശേഷം കോവിഡ് സ്റ്റാർട്ടായി കുറച്ച് മന്ത്സ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ കല്യാണത്തിന് വന്ന റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും അവർക്ക് ആർക്കും ഈ വീഡിയോസ് ഒന്നും കാണാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. വീഡിയോ വൈറലായിരുന്നു, അതായത് അവളുടെ ട്രെയിലറും കാര്യങ്ങളൊക്കെ വൈറലായിരുന്നു. എന്നാലും നിങ്ങൾക്ക് അറിയണ്ടേ എങ്ങനെയായിരുന്നു ആ ഫുൾ വെഡിങ്, അത് എത്രമാത്രം രസകരമായിരുന്നു, എന്തൊക്കെയാണ് ഞങ്ങൾ അവിടെ എൻജോയ് ചെയ്തത്. സോ ഞാൻ വിചാരിച്ചു ഞാൻ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. ഒരു വൺ ടൈം എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പാർട്ട് 1 പാർട്ട് 2 അങ്ങനെയാണ് അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിക്കുകയാണ് പാർട്ട് 1 അപ്ലോഡ് ചെയ്യാം. എൻ്റെ മോളുടെ മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ടോട്ടൽ 3 ഫങ്ഷൻസ് ഉണ്ടായിരുന്നു. 3 ഡേയ്സുള്ള മാരേജാണ്. സണ്ണിൻലോ വന്നിട്ട് ക്രിസ്ത്യൻ ഫാമിലി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറേ ഫങ്ഷൻസ് ഉണ്ടായിരുന്നു. അവരുടെ ക്രിസ്ത്യൻ വെഡ്ഡിങ് ഉണ്ടായിരുന്നു, പിന്നെ മെഹന്തി ഉണ്ടായിരുന്നു, സംഗീത് ഉണ്ടായിരുന്നു, പിന്നെ ഹിന്ദു വെഡ്ഡിങ്. എൻ്റെ മോളുടെ വെഡ്ഡിങ് നടന്നത് കോട്ടയത്താണ്. അതായത് ഫസ്റ്റ് വെഡ്ഡിങ്, അതായത് ക്രിസ്ത്യൻ വെഡ്ഡിങ് നടന്നത് 19th ഓഗസ്റ്റ് 2019 ക്രിസ്ത്യൻ വെഡ്ഡിങ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വെഡ്ഡിങ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യണമായിരുന്നു. അവിടുന്ന് നേരെ ഞങ്ങൾ ഹയാറ്റിലേക്കാണ് പോയത്. ഹിന്ദു വെഡ്ഡിങ്ങും മെഹന്തി സംഗീതമൊക്കെ എല്ലാ ഫംഗ്ഷനും ഹയാറ്റിൽ വെച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് 20th മെഹന്തി സംഗീത് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ വെഡ്ഡിങ് ആയിരുന്നു, ഹിന്ദു വെഡ്ഡിങ്. ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത് മെഹന്തി സംഗീത് ഫംഗ്ഷനാണ്. അത് കൊച്ചി ഗ്രാൻഡ് ഹയാറ്റിൽ വെച്ച് നടന്നത് ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് വെറും ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സും ഫ്യൂ ഫ്രണ്ട്സും അത്രേ ഉണ്ടായിരുന്നുള്ളൂ മാരേജിന് ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രൈവറ്റ് ആയിരുന്നു. പക്ഷെ നമ്മളെല്ലാവരും നന്നായി എൻജോയ് ചെയ്തു.
ആയിട്ട് ഈ രണ്ട് സെലിബ്രിറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. ദ കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ ഡേ, ദ ഗ്രൂം ടു ബി ആൻഡ് ബ്രൈഡ് ടു ബി. ഓക്കെ, സോ ആദ്യം തന്നെ നമ്മൾക്ക് ഇവരുടെ അടുത്ത് തന്നെ ചോദിക്കാം, വിവാഹം എന്ന് പറയുന്ന ഇനി മുതൽ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് സുഖത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം ഒരുമിച്ചുണ്ടാവും എന്ന് രണ്ടുപേരും വാക്ക് കൊടുത്തിരിക്കുകയാണ് പരസ്പരം. തൻ്റെ ജീവിതത്തിൽ ഇനി ഗൗതമി മാത്രം മതി. ഇനിയുള്ള നമ്മൾ കുറച്ചും കൂടി ഭാവാത്മികമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ ജീവിതം എന്ന വലിയൊരു ജൈത്രയാത്ര തുടർന്നു പോകുമ്പോൾ സഹധർമ്മിണിയായിട്ട് പാർട്ട്ണറായിട്ട് തൻ്റെ ബെറ്റർ ഹാഫായിട്ട് ഗൗതമി മാത്രം മതി എന്ന് ജനത്ത് മാത്രം മതി എന്ന് ഗൗതമിയും തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഒരുമിച്ച് കൈ പിടിച്ച് ഡാൻസൊക്കെ കളിച്ച് ഈ വേദിയിലേക്ക് വരുന്ന കാണാനായിട്ട് നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. ഇവരുടെ ജീവിതത്തിൽ വലിയ തീരുമാനം എടുത്തിരിക്കുകയാണ്. അതിന് സാക്ഷികളാണ് നമ്മളെല്ലാവരും. അതിന് മുൻപായിട്ട് എനിക്ക് ജനത്തിൻ്റെ അടുത്ത് തന്നെ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. എനിക്കൊന്ന് ജനത്ത് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവരും ആ ക്വസ്റ്റ്യൻ കേൾക്കാനായിട്ട് എക്സൈറ്റഡ് ആയിട്ട് എൻ്റെ അടുത്ത് കാതോർത്ത് നിൽക്കുകയാണ്. മറ്റൊന്നുമല്ല, എന്തുകൊണ്ട് ഗൗതമി മാത്രം മതി എന്ന ഒരു വലിയ തീരുമാനം എടുത്തു? ജീവിതത്തിൽ ഇനി മറ്റാരും വേണ്ട, ഇനിയുള്ള എൻ്റെ ജീവിതകാലം മുഴുവൻ ഗൗതമിക്ക് മാത്രമുള്ളതാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കാനും എൻ്റെ കൂടെ കൂട്ടാനും ഗൗതമി മാത്രം മതി എന്ന് തീരുമാനിക്കാനുള്ള ഒരു 3 കാരണങ്ങൾ. 3 പോരെ? മതി. Actually, എന്നോടുള്ള ചോദ്യം, why I chose Gautami to be my partner for the whole life. I think I can conclude everything in one answer. Actually, being a human being, everybody has like some negative points. I believe that she can fill those negative points for me, and I experienced it. That's why I chose her. Oh well, and yes, അടുത്തത് ഗൗതമിയോടാണ്. ജനത്തിന് കേൾക്കാൻ ആഗ്രഹമില്ലേ? Of course, തീർച്ചയായിട്ടും yes. Okay, the most important 3 positions in a girl's life would be father, brother, and husband. So he fills into all those positions. Oh well, that was a good answer. ഇനി നമ്മൾക്ക് ഫാമിലി മെമ്പേഴ്സ് നമ്മൾക്കറിയാം, നമ്മൾക്ക് അവരെ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മളുടെ ഗൗതമിയുടെ ഫാമിലി മെമ്പേഴ്സും ജനത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സും ഓക്കെ എത്തിയിട്ടില്ല എന്ന് വൈകിക്കണ്ട. കുറച്ചു നേരം കഴിയുമ്പോൾ അവർ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. അതിന് മുൻപ് നമ്മൾ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യല്ലേ? യെസ്, ഓഫ് കോഴ്സ്. ഇവിടെ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഇവരുടെ പേരിൽ ഇവർക്ക് വേണ്ടി അങ്ങ് അടിച്ചു പൊളിക്കാനായിട്ട് നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്. വെൽ, ഞാനും കാത്തിരിക്കുകയായിരുന്നു ഇനിയുള്ള സെലിബ്രേഷൻസ്. ഇവിടെ കുറേ ഡാൻസ് ആൻഡ് യെസ്, ഓഫ് കോഴ്സ് ഇദ്ദേഹത്തിൻ്റെ അനിയത്തി നമുക്ക് എല്ലാവർക്കും അറിയാം. ഐശ്വര്യനെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഷീ ഈസ് എ സെലിബ്രിറ്റി ആക്ച്വലി. ഓക്കെ, അപ്പൊ എങ്ങനെയാ തുടങ്ങല്ലേ? ഇത്രയും എനർജി പോരാ, ഇത് നമ്മളുടെ ഗൗതമിയുടെയും ജനത്തിന്റെയും സംഗീതാണ്. കമോൺ, തുടങ്ങല്ലേ? Well, that was fantastic, and yes, we are moving on with a dance. ആദ്യം തന്നെ നമുക്കൊരു ഡാൻസിൽ തുടങ്ങി കളയാം. അതിനു വേണ്ടി റെഡി അല്ലേ ഐശ്വര്യ ആൻഡ് കശ്യപ്? ജനത്തിനൊരു ടാസ്ക് തരാണ്. ഓക്കെ, അതിന് മുൻപായിട്ട് നമുക്ക് ഗൗതമിക്ക് കൊടുക്കണം. ഈ കൂട്ടത്തിലിരിക്കുന്ന ഒരു 3 പേര് ഗൗതമീനെ സേവ് ചെയ്യണം. ലൈക്ക് ലിറ്ററലി ഗൗതമീനെ ഒരു 3 പേര് ഈ കൂട്ടത്തിൽ നിന്ന് പുകഴ്ത്തി പറയണം. ഓക്കെ, മനസ്സിലായില്ല? എന്തുകൊണ്ട് ജനത്തെ ഗൗതമീനെ സ്വീകരിക്കണം എന്ന് ഗൗതമി അല്ല, ഈ കൂട്ടത്തിൽ നിന്ന് ഒരു 3 പേര് പറയണം. ഈ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും പറയണം. അത് ആരാ പറയണ്ടേ എന്ന് ഗൗതമിക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ആരോട് വേണമെങ്കിലും ഹെൽപ്പ് ചോദിക്കാം. My first cousin Nish ചേച്ചി, then Midil ചേച്ചി, ആര്യ. ഓക്കെ, 3 പേരും സ്റ്റേജിലേക്ക് വരിക.
ഗൗതമിനെ കുറിച്ച് only one thing I need to say, that she's really very good in heart. So I really want to point out that, because ഭയങ്കര ഉള്ളിൽ മനസ്സിനുള്ളിൽ നല്ല സ്വഭാവം നല്ല മാത്രം ചിന്തിക്കുന്ന ഒരാളാണ്. ഈവൻ ദോ ഇപ്പം നമ്മൾ നെഗറ്റീവ് പറയുകയാണെങ്കിലും ഷി വിൽ കറക്റ്റ് അസ്. സോ യാ, ദാറ്റ്സ് എ വെരി ഗുഡ് ക്വാളിറ്റി. ചേച്ചിയെ കുറിച്ച് എന്താ പറയാ, മോസ്റ്റ് ലവിങ്. Gaudu, she's very pretty, as you all know, and she's very down to earth. That's the best quality she has got. Yeah, actually. Okay, thank you so much. എല്ലാവരും ഈ വീഡിയോ കണ്ടില്ലേ? ഞാനും നിങ്ങളുടെ കൂടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ജെനിത്തിനെ ആരാ പുകഴ്ത്തി പറയണത്, ജെനിത്തിനെ പറ്റി ജെനിത്തിന്റെ ഫ്രണ്ട്സിനെ എന്താ പറയാനുള്ളതെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം.